ധന്യ, ഈ നേരറിയാൻ CBI എന്ന് പറയുന്ന ഒരു മമ്മൂട്ടി ചിത്രമുണ്ട്. അതിൽ ടൈലർ മണി എന്ന് പറയുന്ന ഒരു കഥാപാത്രമാണ്, ജഗദീഷാണ് ആ കഥാപാത്രം ചെയ്തത്. അതിൽ അവസാന നിമിഷം വരെ ഈ പ്രതിയെ കണ്ടെത്തണമെന്ന് പറഞ്ഞ് നടക്കുന്ന ആക്ഷൻ കൗൺസിലിന്റെ ഭാരവാഹിയാണ്. ആക്ഷൻ കൗൺസിൽ പൗരസമിതിയുടെ പ്രതിനിധിയാണ് ജഗദീഷ്. അവസാനം എല്ലാം കഴിഞ്ഞ് കേസ് തെളിയിക്കുമ്പോൾ ഇതെല്ലാം ഒപ്പിച്ചു വെച്ചത് ഈ ആക്ഷൻ കൗൺസിലുകാരനായ ജഗദീഷ് തന്നെയാണ്, അതായത് ടൈലർ മണി തന്നെയാണ്. ഞാനീ പറയാൻ കാര്യം, ഈ ധർമ്മസ്ഥല സംഭവവുമായി ബന്ധപ്പെട്ട് അവിടെ ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞ് ആക്ഷേപം ഉന്നയിച്ചവർ തന്നെയാണ് ഇപ്പോൾ പ്രതിക്കൂട്ടിലായിരിക്കുന്നത് എന്നുള്ള വാർത്തകൾ വരുന്നുണ്ട്. എന്താണ് സംഭവം? ഈ ധർമ്മസ്ഥല എന്ന് കേൾക്കുമ്പോൾ നമുക്ക് ആദ്യം ഓർമ്മ വരുന്നത് ബലാത്സംഗങ്ങളുടെയും കൊലപാതകങ്ങളുടെ ഒരു കേന്ദ്രമായി നമ്മുടെയൊക്കെ മനസ്സിലത് ചിത്രീകരിക്കപ്പെടുന്നു. മഞ്ജുനാഥ ക്ഷേത്രം, പരമശിവന്റെ ക്ഷേത്രം, അതിനൊക്കെ അപ്പുറം അതൊരു വലിയ നിഗൂഢതകളുള്ള, ദുരൂഹതകൾ നിറഞ്ഞ കുറെ അസ്ഥികൂടങ്ങളുള്ള, 400-ലധികം കൊലപാതകങ്ങൾ നടന്ന, ബലാത്സംഗം ചെയ്ത സ്ത്രീകളെ കുഴിച്ചു മൂടിയ ഒരു സ്ഥലമായാണ് ഇപ്പോൾ ധർമ്മസ്ഥല അറിയപ്പെടുന്നത്. അതിനെ ചാനലുകാരുമൊക്കെ അതിന്റെ വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് അത്തരത്തിൽ ആ സ്ഥലത്തെ കുറിച്ച് മറ്റുള്ളവർ പറയാൻ. പിന്നെ കേരളത്തിൽ നിന്ന് നമ്മുടെ അർജുന്റെ തിരോധാനത്തിൽ അർജുന്റെ ലോറി ഉടമയായ മനാഫ് അവിടെ എത്തി, ഇവിടെ ഇന്ന സ്ഥലങ്ങളിൽ പിന്നെ ബോഡി കുഴിച്ചിട്ടിട്ടുണ്ട്, അത് ഞാൻ കാണിച്ചു തരാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അയാൾ രംഗത്തെത്തുന്നു. നന്മമരം കളിച്ച് അയാൾ രംഗത്തെത്തിയത് എന്തിനാണെന്ന് ഇപ്പോഴും ദുരൂഹമാണ്. മാത്രമല്ല, അവിടെ ഒരു സുജാത ഭട്ട് എന്ന് പറയുന്ന ഒരു സ്ത്രീ തന്റെ മകൾ അനന്യ ഭട്ടിനെ കാണാനില്ല, അത് ഈ ഇത്തരത്തിൽ ആരോ ബലാത്സംഗം ചെയ്ത് ഇവിടെ കുഴിച്ചിട്ടു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പല ചാനലുകളിലും ഇന്റർവ്യൂ കൊടുത്ത് രംഗത്തെത്തുന്നതാണ് കണ്ടത്. ഇപ്പോ വമ്പൻ ടിസ്റ്റാണ് ധർമ്മസ്ഥലയിൽ സംഭവിച്ചിരിക്കുന്നത്. അതായത് ഈ ആക്ഷൻ കൗൺസിൽ ധർമ്മസ്ഥലത്തെ ഈ കാര്യങ്ങൾ, ഈ ബലാത്സംഗങ്ങൾ നടന്നിട്ടുണ്ടോ, സ്ത്രീകളെ കുഴിച്ചിട്ടിട്ടുണ്ടോ, അവരുടെ അസ്ഥികൂടങ്ങൾ കിട്ടിയിട്ടുണ്ടോ, ആരാണിത് ചെയ്തത് എന്നൊക്കെ പോലീസിനെ അന്വേഷിപ്പിക്കാൻ വേണ്ടി ഒരു ആക്ഷൻ കൗൺസിൽ തുടങ്ങി. അതിന്റെ പ്രസിഡന്റ് ഷെട്ടി തിമരോടി എന്ന ആളാണ് അതിന്റെ ആക്ഷൻ കൗൺസിൽ പ്രസിഡന്റ്. ഇയാൾ പറഞ്ഞിട്ടാണ് ഈ ചിന്നയ്യ എന്ന് പറയുന്ന ശുചീകരണ തൊഴിലാളി, CN ചിന്നയ്യ എന്നാണ് അയാളുടെ പേര്, ശുചീകരണ തൊഴിലാളി ഈ തലയോട്ടി കൊണ്ടുവന്ന് വച്ചതും ഇത്തരത്തിൽ ഈ പബ്ലിസിറ്റിക്ക് വേണ്ടി, ജനശ്രദ്ധ നേടാൻ വേണ്ടിയുമൊക്കെ ഇത്തരത്തിൽ ഈ ഷെഡ്ഡി തിമരോടി പറഞ്ഞിട്ടാണ് താൻ ഇതൊക്കെ ചെയ്തത് എന്നാണ് ചിന്നയ്യ ഇപ്പോൾ പോലീസിന് നൽകിയിരിക്കുന്ന മൊഴി. അതായത് പിന്നെ ഷെഡ്ഡി തിമരോടി ഒരു തലയോട്ടി ചിന്നയ്യക്ക് നൽകി. ഇത് ധർമ്മസ്ഥലയിലെ ആ ക്ഷേത്രത്തിനടുത്തുള്ള റബ്ബർ തോട്ടത്തിൽ കൊണ്ടുവന്ന് കുഴിച്ചിടാൻ പറഞ്ഞു. അതിനുശേഷം ഇത്തരത്തിൽ പോലീസിനോട് ഇയാൾ പറയുന്നു, ഞാനിങ്ങനെ ഒരുപാട് പെൺകുട്ടികളുടെ മൃതദേഹങ്ങൾ, പലതിലും അടിവസ്ത്രം ഉണ്ടായിരുന്നില്ല, പലതും വസ്ത്രങ്ങളില്ലായിരുന്നു, അങ്ങനെ പല തലയോട്ടികളും പല പിന്നെ മൃതശരീരങ്ങൾ ഞാൻ അവിടെ കുഴിച്ചിട്ടു എന്നൊക്കെ പറഞ്ഞ് ഇയാൾ രംഗത്തെത്തുന്നു. അത് വലിയ വിവാദമാവുന്നു. 400ഓളം പേരെ കുഴിച്ചിട്ടു എന്ന് പറയുന്നത്, പിന്നെ അത് 1000-ലേക്ക് കടന്നു. അങ്ങനെ വലിയൊരു ഭയങ്കര ദുരൂഹമായ ഒരു സംഭവം. ഇത്രയൊക്കെ കാര്യങ്ങൾ അവിടെ നടന്നിട്ടും ഇതുവരെ പുറം ലോകം അറിഞ്ഞില്ല എന്നൊക്കെയുള്ള ചോദ്യം പല ചാനലുകളും അവിടെ തമ്പടിച്ച് കിടന്ന് അവിടുത്തെ വിശേഷങ്ങൾ, വിവരങ്ങൾ ഒക്കെ പല രീതിയിൽ ലൈവായും അല്ലാതെയും ഒക്കെ കൊടുക്കുന്നു, ദുരൂഹത ചിത്രീകരിക്കാൻ ശ്രമിക്കുന്നു. അങ്ങനെയൊക്കെ പല സംഭവങ്ങളും നമ്മൾ കണ്ടു. അവിടെയാണ് ചിന്നയ്യ ഇപ്പോൾ പറയുന്നത്, ഷെഡ്ഡി തിമരോടി തൻ്റെ ഒരു തലയോട്ടി തന്നിട്ട് പറഞ്ഞു, ഈ ധർമ്മസ്ഥലയിലെ ക്ഷേത്ര പരിസരത്തുള്ള റബ്ബർ കാട്ടിൽ ഇതുകൊണ്ട് കുഴിച്ചിടണം, പോലീസ് സംഘത്തിനോട് ആ സ്ഥലം കാണിച്ചു കൊടുക്കണം, ഇവിടെയാണ് ഞാൻ ഇത് കുഴിച്ചിട്ടത്. അങ്ങനെ ആ തലയോട്ടി അവിടെ നിന്ന് എടുക്കുമ്പോൾ ഇത് വേറൊരു തരത്തിലേക്ക് മാറും എന്ന് പറയുന്നു. അങ്ങനെ ഷെഡ്ഡിയുടെ നിർദ്ദേശപ്രകാരമാണ് ഈ ചിന്നയ്യ ഇത്തരത്തിൽ തലയോട്ടി കുഴിച്ചിടുന്നത്. പിന്നീട് പോലീസിനോട് നേരിട്ട് പോയി ഇത്തരം കാര്യങ്ങൾ അവിടെ നടന്നിട്ടുണ്ട്, ഞാൻ തന്നെ പല മൃതദേഹങ്ങളും കുഴിച്ചിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞത്. മാത്രമല്ല, ഈ തിമരോടിയുടെ വീട്ടിൽ നിന്ന് ആ ചിന്നയ്യയുടെ 6 ഫോണുകൾ എടുത്തിട്ടുണ്ട്. ഇത് തിമരോടിയുടെ വീട്ടിൽ നിന്നും, അതായത് ഈ ആക്ഷൻ കൗൺസിൽ പ്രസിഡന്റ് ഷെഡ്ഡി തിമരോടിയുടെ വീട്ടിൽ നിന്നും, അയാളുടെ അനിയൻ മോഹൻ ഷെഡ്ഡിയുടെ വീട്ടിൽ നിന്നുമാണ് ഇത് ഈ ഫോണുകളൊക്കെ 6 ഫോണുകൾ പിടിച്ചെടുത്തത് ഈ ചിന്നയ്യയുടെ. അതിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ ലഭിക്കുമെന്നാണ് പറയുന്നത്. മാത്രമല്ല, ഈ സുജാത ഭട്ട് 2003-ലാണ് അവരുടെ മകൾ അനന്യ ഭട്ടിനെ കണ്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവർ രംഗത്തെത്തുകയും തന്റെ മകളെ ബലാത്സംഗം ചെയ്ത് ഈ കുറ്റിക്കാട്ടിൽ കുഴിച്ചു മൂടി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവർ രംഗത്തെത്തുകയും ചാനലുകളെല്ലാം ഓടി നടന്ന് അവരുടെ ബൈറ്റ് എടുക്കുകയും, മനാഫ് ഒരു ചാനലിലിരുന്ന് പറഞ്ഞു,
സുജാത ഭട്ടൻ ഞങ്ങളുടെ അണ്ടറിലാണുള്ളത്, എപ്പോൾ പുറത്തിറക്കണം, എപ്പോൾ കൊണ്ടുവരണം എന്നൊക്കെ ഞങ്ങൾക്കറിയാമെന്നൊക്കെ പറഞ്ഞു. ഇപ്പൊ സുജാത ഭട്ടനെ 3 തവണയാണ് SIT ചോദ്യം ചെയ്തത്. ആ ചോദ്യം ചെയ്തതിൽ നിന്ന് അവർക്ക് വ്യക്തമായ ഉത്തരം കിട്ടി. ഇവർക്ക് അനന്യ ഭട്ട് എന്ന് പറയുന്ന ഒരു മകളില്ല, ഈ ഷെഡ്ഡി ഭീഷണിപ്പെടുത്തിയിട്ടാണ് അവർ ഇങ്ങനെയൊക്കെ പറഞ്ഞത് എന്നാണ് ഇപ്പോൾ സുജാത ഭട്ട് പറയുന്നത്. അതുകൊണ്ട് തന്നെ അവരെ അറസ്റ്റ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. കാരണം ആളുകളെ തെറ്റിദ്ധരിപ്പിച്ചു, കള്ളങ്ങൾ പ്രചരിപ്പിച്ചു എന്ന പേരിൽ പിന്നെ അതായത് സർക്കാരിന്റെ കോടികൾ അവിടെ ചിലവഴിച്ചു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇവരുടെ പേരിൽ ഇപ്പോൾ പുതിയ കേസ് എടുക്കാൻ ഒരുങ്ങിയാണ്, ഇവരെ അറസ്റ്റ് ചെയ്യാൻ ഒരുങ്ങിയാണ് ഈ പിന്നെ SIT. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ചിന്നയ്യയുടെ ഭാര്യ ഇപ്പോൾ രംഗത്തെത്തിയിട്ടുണ്ട്. അവർ പറയുന്നത് ഈ ചിന്നയ്യയ്ക്ക് മാനസിക രോഗമാണ്. ഇയാൾ 3 ബാങ്കിൽ നിന്ന് ലോൺ എടുത്തിട്ടുണ്ട്. ഈ ലോൺ എടുത്തിട്ട് ഇയാൾ മുങ്ങി നടക്കുകയാണ്. 3 ഭാര്യമാരുണ്ട് ഇയാൾക്ക്. 3 ഭാര്യമാർ, ഇയാളുടെ മകളെയും ഇവിടെ കുഴിച്ചിട്ടു എന്നാണ് പറയുന്നത്. പക്ഷെ ഇയാൾക്ക് 3 ഭാര്യമാരും ആൺമക്കൾ മാത്രമേ ഉള്ളൂ, പെൺമക്കളില്ല. അത് കഴിഞ്ഞതിന് ശേഷം ഇയാൾ ഈ മുഖംമൂടിയൊക്കെ ധരിച്ച് കിടക്കുന്നതുകൊണ്ട് ലോൺ എടുത്ത ബാങ്കുകൾക്ക് ഇയാളെ കണ്ടെത്താൻ കഴിയുന്നില്ല. അങ്ങനെ അവരിങ്ങനെ എവിടെയാണ് ഇയാൾ ഇങ്ങനെ പരതിക്കൊണ്ടിരിക്കുന്നതിന്റെ ഇടയ്ക്കാണ് ഇയാൾ മുഖം മൂടിയൊക്കെ ആയിട്ട് വന്നത്. കാരണം ഇയാളുടെ ജീവന് വരെ ഭീഷണിയുടെ വലിയ സത്യം തുറന്നു പറഞ്ഞ ആളല്ലേ. ഇന്ത്യ ആകെ ഞെട്ടിയ ഒരു സംഭവത്തെക്കുറിച്ചിന്റെ സത്യാവസ്ഥ തുറന്നു പറഞ്ഞ ആളെന്നുള്ള രീതിയിൽ ഇയാൾക്ക് പ്രത്യേക മുഖം മൂടിയൊക്കെ ഉണ്ടാക്കി പോലീസ്, അങ്ങനെയാണ് കർണാടക പോലീസ് ഇയാളെ കൊണ്ടു നടന്നത്. ഇപ്പോൾ ഇയാളുടെ ഭാര്യ പറയുന്നു ഇയാൾക്ക് മാനസിക രോഗമാണ്. മാത്രമല്ല മറ്റൊരു രോഗം കൂടി ഇയാൾക്കുണ്ട്, പബ്ലിസിറ്റി രോഗം. അതായത് പബ്ലിസിറ്റി കിട്ടുന്ന എല്ലായിടത്തും വലിഞ്ഞു കയറി ചെന്ന് മുൻപന്തിയിൽ നിൽക്കുക എന്നൊരു രോഗം കൂടി ഇയാൾക്കുണ്ട്. അതാണ് ഇയാൾ. അല്ലാതെ ഇത്തരത്തിലുള്ളൊരു പ്രവർത്തനമൊന്നും അവിടെ നടന്നിട്ടില്ല. മാത്രമല്ല അവിടെ സ്ത്രീയുടെ എന്ന് പറഞ്ഞ് കിട്ടിയ ഒരു പിന്നെ തലയോട്ടിയുടെ പരിശോധന നടത്തിയപ്പോൾ അത് സ്ത്രീയുടേതല്ല പുരുഷന്റേത് എന്നുള്ളതിന്റെ വിവരങ്ങളാണ് ലഭിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതെല്ലാം കൂടി കൂട്ടി വായിക്കുമ്പോൾ ഇതിൽ അടിമുടി ദുരൂഹതയാണ്. ഇത് ആ സ്ഥലം കൈയടക്കാനായി. കാരണം അത് റിസോർട്ട്, ഹോട്ടൽ, ഈ പിന്നെ എന്താ പറയുക, ഈ പിന്നെ മറ്റേ ഫാമൊക്കെ ഉണ്ടല്ലോ, നമ്മൾ ഈ അവധിക്കാലമൊക്കെ ആഘോഷിക്കാൻ പോകുമ്പോൾ ഉള്ള റിസോർട്ട് അല്ലാത്ത ഈ ടെന്റൊക്കെ കെട്ടിയൊക്കെ താമസിക്കുന്ന അത്തരത്തിൽ വലിയ ഏക്കർ കണക്കിന് സ്ഥലമുള്ള ഒരു പ്രദേശമാണ് ഈ ധർമ്മസ്ഥല എന്ന് പറയുന്നത്. അപ്പൊ ഇത് കുറെ നാളുകൾ കൊണ്ട് പല റിയൽ എസ്റ്റേറ്റ് മാഫിയയും റിയൽ എസ്റ്റേറ്റ് ജിഹാദികൾ ഇതിങ്ങനെ കണ്ണു വെച്ച് നടക്കുകയാണ്. അപ്പൊ ഒരു തരത്തിലും ഇതിന്റെ ഉടമസ്ഥനായ വീരേന്ദ്ര ഹെഗ്ഡെ അത് കൊടുക്കാതെ ഇരുന്നു. എത്രയൊക്കെ വിലയൊക്കെ പേശിട്ടും സ്വർണ്ണ പവന്റെ വില, അതായത് അതിനും തൂക്കമുള്ള വലിയ വിലകൾ കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് ഈ വീരേന്ദ്ര ഹെഗ്ഡെ അത് കൊടുക്കാൻ തയ്യാറായില്ല. അപ്പോൾ എങ്ങനെയെങ്കിലും ആ സ്ഥലം തങ്ങളുടെ കൈപ്പിടിയിലാക്കണമെന്ന് ഇവർ ഓരോരുത്തരും വിചാരിച്ച് അങ്ങനെ തുടങ്ങിയ ഒരു നാടകത്തിന്റെ തിരശീലയാണ് ഈ പിന്നെ തലയോട്ടികൾ അവിടെ കണ്ടു, 400ഓളം മൃതദേഹങ്ങൾ അവിടെ കുഴിച്ചിട്ടു, പലരെയും ബലാത്സംഗം ചെയ്ത് കുഴിച്ചിട്ടു എന്ന് പറഞ്ഞുകൊണ്ട് പലതരത്തിലുള്ള കാര്യങ്ങൾ അവിടെ ഉണ്ടായത്. അതിന്റെ ക്ലൈമാക്സ് ആണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. അതായത് ഈ ആക്ഷൻ കൗൺസിൽ പ്രസിഡന്റ് തന്നെ ഈ സ്ഥലം സ്വന്തമാക്കാനായി നടത്തിയ നാടകങ്ങളുടെ അവസാനമാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. അതായത് ചില ഇസ്ലാമിസ്റ്റ് വാദികളും ചില സുഡാപ്പി ഗ്രൂപ്പുകളിലുമൊക്കെ അമ്പലങ്ങളിൽ ഇത്തരം ഒരു നീച പ്രവർത്തികളാണ് നടക്കുന്നത്. ഇവരെയൊക്കെ മദ്രസകളിൽ കൊച്ചുകുട്ടികളെ പീഡിപ്പിച്ചാലും പ്രകൃതി വിരുദ്ധ ലൈംഗികത്തിനിടയാക്കിയാലൊന്നും ഇവർക്ക് പ്രശ്നമില്ല. പക്ഷേ നമ്മുടെ അല്ലെങ്കിൽ ഹിന്ദുക്കളുടെ ഒരു ആചാരത്തിൽ ഇത്തരത്തിലൊരു എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ട് എന്ന് സൃഷ്ടിച്ച് അതിനെ മുതലെടുക്കുന്ന കുറെ ആളുകളുണ്ട്. അതിലൊക്കെ ഈ മനാഫിന്റെ കൈകടത്തൽ എന്താണ്, മനാഫിന്റെ ലക്ഷ്യം എന്താണ് എന്നൊക്കെ ഉള്ളത് കൂടി SIT അന്വേഷിക്കാൻ ഒരുങ്ങുന്നു എന്നുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്.